ഇന്നൊരു ഞായറാഴ്ചയാണ്, വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോത്തിൻ്റെ വാരിയല് കറി ഒന്ന് എൻ്റെ രീതിക്ക് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇതിൽ നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ പച്ചമുളകുണ്ട്, ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തക്കാളിക്ക, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചു. ഇനി ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, അത് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കും. കടുകാണ്, നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. ഇത് മസാലയുടെ കൂട്ടാണ്, പൊടിക്കാത്ത മസാലയാണ്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കറുവാപ്പട്ട കറക്റ്റായിട്ട് നമ്മളെടുത്ത ചുരുൾപ്പട്ടയാണ് കേട്ടോ, ചുരുൾപ്പട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ചുരുളൊന്ന് അഴിച്ചതിന് ശേഷം ഒരു ഇത്രയും കറുവാപ്പട്ട നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ട, ഏലക്ക, തക്കോലം, ഗ്രാമ്പു, ഈ മസാലയുടെ പൊടിക്കാത്തൊരു കൂട്ടാണിത്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടോ ഇട്ടു. എന്ത് ഉള്ളി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കറിവേപ്പില ഒരു പ്രധാന ഘടകമാണല്ലോ, നമ്മളത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മതി താഴെ പോവും. വാരിയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെട്ടി മേടിച്ചാണ് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. മൊത്തം എല്ലാണിത്, ഇതില്ലേ എല്ല് ഭാഗങ്ങളാണ് മൊത്തം. സിദ്ധു, അച്ഛനെവിടെ ജോലി ചെയ്യുന്നത് ഇളക്കി കൊടുക്കണേ. അടുത്ത് നമ്മൾ തക്കാളിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിക്ക് അരിഞ്ഞ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ എല്ലിൻ കഷ്ണങ്ങൾ നമ്മുടെ ചെറിയ ഉള്ളിലേക്ക് ലയിപ്പിക്കുന്ന പരിപാടിയാണ്. നോർമൽ തീയിൽ ഒരു 1.5 മണിക്കൂറിൽ മേളിൽ നമുക്ക് ഇത് കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് നല്ലപോലെ ഈ ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റെഡിയാക്കിയത് വയ്ക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, കാരണം ഈ വേകുന്ന ടൈമിലെല്ലാം ഉപ്പ് പിടിക്കണം. നമ്മൾ അതുകൊണ്ടാണ് നേരത്തെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഉപ്പ് പിന്നീട് വേണമെങ്കിൽ ചേർക്കാം, നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഇപ്പോൾ എടുത്തുള്ളൂ. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എല്ലുകറിയൊക്കെ കഴിക്കണമെങ്കിൽ ഒന്നീ കോട്ടയം ജില്ലയിൽ പോകണം, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ പോകണം, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ പോകണം. ഇവിടെ ഒന്നും പോകണ്ട, നമുക്ക് ഇതുപോലെയൊക്കെ ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വീട്ടിലും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേകാനായിട്ട് നല്ല ടൈം എടുക്കും കേട്ടോ, ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും നല്ലപോലെ വേകണം. നല്ലപോലെ ചെറിയ ഒരു ഫ്ലെയിമിൽ കിടന്ന് ഈ സാധനം വെന്ത് റെഡിയായി എടുക്കണം. നമുക്കിനി അടച്ച് വെച്ചതിനെ നല്ല ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മുടെ സാധനമൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. നല്ല കാശ്മീരി മുളക് പൊടി പൊടിച്ചതാണ് കേട്ടോ, അത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നല്ല കളറായിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള മസാലകൾ ഇനി ചേർക്കാനുണ്ട്. മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം, കുറച്ച് മാത്രം മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ മാത്രം മല്ലിപ്പൊടി നമുക്ക് ചേർത്താൽ മതി. ഇത്ര മാത്രം, നല്ല ഫ്രഷ് മല്ലി പൊടിച്ചതാണ് കേട്ടോ, മല്ലി വാങ്ങി പൊടിച്ചതാണ്. ഗരം മസാലപ്പൊടിയാണ്, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇപ്പം ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ വീണ്ടും അടച്ചു വെക്കണം. നമുക്കിതിലേക്ക് ഇനി മല്ലിയില ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഡെക്കറേഷനാണ് കേട്ടോ. എടുത്ത് നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് സ്ലോ കുക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അടുപ്പിലിട്ട് വെച്ചോണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉപ്പ് ശകലം കുറവുണ്ട്, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ല് കറിയും കപ്പയാണ് ഏറ്റവും അടുത്ത കോമ്പിനേഷൻ. എല്ലാം ഏകദേശം റെഡിയായി, വെന്ത് റെഡിയായി. ഫൈനലായിട്ട് നമ്മൾ കുരുമുളക് പൊടി, പെപ്പർ ആഡ് ചെയ്യാം. കറിയൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. സാധനം കണ്ടാൽ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നും, അത്രയും സെറ്റപ്പോടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
അങ്ങോട്ട് നോക്കി എല്ലിൻ്റെയൊക്കെ ഒരു പരുവം. നമ്മൾ ഇലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വിളമ്പാം. നമ്മൾ ഈ ഒരു ഒറ്റ വാഴയിലാണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു സന്തോഷം കൂടെയാണ്. എല്ലാവർക്കും ഇരിക്കുന്ന കഴിക്കാനാണ് കേട്ടോ ഇങ്ങനെ വിളമ്പി വെക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിലോട്ട് ഈ എല്ല് കറി ഇങ്ങനെ തട്ടി സെറ്റായിട്ട് കഴിക്കണം കേട്ടോ. നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോഴൊക്കെ ഒരുപാട് പൈസ നമുക്കാവും. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിന് നിസ്സാര പൈസയ്ക്ക് നമുക്ക് വീട്ടിലെ ഹോട്ടലിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്കൊരു സന്തോഷമുണ്ട്. വേറെ പെട്രോൾ ചിലവില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കൂടെ നമ്മളൊരു ഏകദേശം കുട്ടികളും എല്ലാം കൂടെ കൂട്ടി 8 പേരോളം നമ്മൾ കഴിക്കുന്നുണ്ട്. എന്നാലും സാധനം മിച്ചമുണ്ട്. നമ്മൾ 8 പേര് പോയി ഹോട്ടലിൽ പോയി കഴിയുമ്പോൾ എത്ര രൂപയോ? അപ്പം അതിൻ്റെ ഒരു 1/4 ഭാഗം പൈസ പോയി. നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കും വലിയ പൈസ ആവുമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് അത്രയും പൈസ നിസ്സാര പൈസയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. സൂപ്പർ അടിപൊളി ഐറ്റം കേട്ടോ, ഒരു രക്ഷയില്ല.